ഹലോ, ഇന്നൊരു സ്പെഷ്യൽ നാടൻ കറി ആയാലോ? നാടൻ കറി എന്ന് പറഞ്ഞ് അതിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കില്ലേ വരിക, നാടൻ കുക്കിംഗ്. അപ്പോൾ ഇതാ കുറച്ച് ഉണ്ണിത്തണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി നൈസായി റൗണ്ടിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടെ ചെറുതാക്കി അരിയേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ അരിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നാരുകളുണ്ടാവും കേട്ടോ, അത് എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെക്കുക അല്ലേ. ഈ ഒരു ടൈമിൽ ചെറുപയർ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുപയർ നന്നായി വറുത്ത് വന്ന ശേഷം നമുക്കത് വേവാൻ വേണ്ടി വെക്കുക. ആ ഒരു ടൈമിൽ ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കും വെളുത്തുള്ളിയും വറ്റൽമുളകും കുറച്ച് ജീരകവും കുറച്ച് കറിവേപ്പില ഇട്ട ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ടൈം വരുമ്പോഴേക്കും നമ്മുടെ ചെറുപയറില്ലേ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഉണ്ണിത്തണ്ട് ചെറുപയറിലോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. ഇനി അതൊന്ന് സെറ്റായി വെന്തോട്ടെ. ആ ഏകദേശം വെന്ത് വന്ന ടൈമിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം അതൊന്ന് ജസ്റ്റ് തിളയ്ക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ അരപ്പ് അടയെടുത്ത് ഒന്ന് തിളച്ചാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം. കടുകും വറ്റൽമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട ശേഷം നന്നായി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത ശേഷം അതെ ഈ അരപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് നമ്മുടെ അടിപൊളി നാടൻ ഉണ്ണിത്തണ്ട് ചെറുപയർ കറി റെഡി.